കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കുന്നത് 1 തെസ്സലോനി 5:23-24 വാക്യം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അതിനുമായി വണ്ണം വെളിപ്പെടുവാൻ കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ഈ പ്രഭാത സമയം കർത്താവേ, 7 o'clock മുതൽ കർത്താവേ നിൻ്റെ പാദപീഠത്തിലായിരുന്നു കർത്താവേ, ഒരു ദിവസം കർത്താവേ നിൻ്റെ സ്തുതിയെയും വിശ്വസ്തയും കർത്താവെ വർണ്ണിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവെ. നിയമം മാറാത്ത ദൈവം, ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ ദൈവമായി സർവശക്തനായ ദൈവമായി ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്നാട്ട് നാവിനോട് കർത്താവിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, ഇന്നത് കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായി വീണ്ടും നിന്നെ വാഴ്ത്തുന്നു. മാനവമൂത്തും കർത്താവ് എടുത്താട്ട് സഹായിക്കും. യേശുനാഥനെ ആമേൻ. കർത്താവിൻ്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നമ്മുടെ കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേട്ടു. പ്രഭാത സമയം ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കൃപയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തന. ആ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് 1 യോഹന്നാൻ 9 പറഞ്ഞിട്ടില്ല, അത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഗോഡ് ഈസ് അവർ ഗ്രേറ്റ്. നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഇരിക്കും. ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. പക്ഷേ ആ കൂട്ടായ്മ പലപ്പോഴും നമ്മൾ കൂട്ടായ്മ ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവിശ്വസ്തരായിട്ട് തീരും. കർത്താവ് പറഞ്ഞു, ഞാൻ വിളിച്ച ദൈവം, ഞാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ മനുഷ്യർ വാക്ക് മാറിയാലും ദൈവം ഒരിക്കലും അതിൻ്റെ വാഗ്ദത്തം മാറ്റുന്നില്ല, വാക്ക് മാറ്റുന്നില്ല. അവിടുന്ന് വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. ആ കൃപയിൽ, ആ കരുണയിൽ ഓരോ ദിവസം നമ്മളെ സൂക്ഷിക്കുകയാണ്. ഒരു ജാതീയ പ്രവാചകനായ ബിലയാം പറയുമ്പോഴേ, ഹല്ലേലൂയ, അവൻ പറയുമ്പോൾ വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനും അല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. താഴത്തോട് വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ഇസ്രായേലിന് യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനുമില്ല. ദൈവം അവരോട് കൂടെ ഇരിക്കുന്നു. ദൈവം അവരുടെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്, ആഭിചാരം അവനോട് പറ്റത്തില്ല, ലക്ഷണവൻ വിദ്യ ഇസ്രായേലിനോട് ഫലിക്കുമില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവം വിളിച്ച ജനത്തെ ദൈവം അവിടുന്ന് സൂക്ഷിക്കും, പരിപാലിക്കും. ദാസും കൂടെ നമ്മൾ കേട്ടതാ അനുഗ്രഹിക്കപ്പെട്ട വചനം. ഹല്ലേലൂയ. അല്പസമയം ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആ പ്രോമിസ്, ഹല്ലേലൂയ, ആ വാഗ്ദത്തം, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം. അബ്രഹാമിൽ കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ആണ് നമ്മളും ഇപ്പോൾ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസം അത് ജാതികൾക്ക് കൂടെ കർത്താവ് അത് കൊടുത്തു. അങ്ങനെ നമ്മളും ഭാവികളും ദോഷികളുമായിരുന്ന നമ്മളെ ദൈവം കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നു. ആ വിശ്വാസം, ഹല്ലേലൂയ, തൻ്റെ പുത്രനെ അയച്ച്, ഹല്ലേലൂയ, അവനിൽ വിശ്വസിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ഒരു നിത്യജീവൻ വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, ദൈവമേ, കർത്താവിൻ്റെ വരവ് ഞാൻ പോകുമോ? നമ്മൾ വായിച്ച വാക്യത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് കർത്താവിൻ്റെ വരവിൽ വെളിപ്പെടണം, അവിടെ വരെ കാക്കപ്പെടണം. പലപ്പോഴും ശത്രു ചിലപ്പോഴേ നമ്മുടെ അനുഗ്രഹങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റും. യോസഫിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോഴേ അവനൊരു ദർശനമുണ്ട്, പക്ഷെങ്കിൽ അവൻ വിവിധ സ്ഥാനങ്ങളിൽ, പൊട്ടക്കിണറിൽ കൂടിയും നിന്നയിൽ കൂടിയും പരിഹാസത്തിൽ കൂടിയും കാരാഗ്രഹത്തിൽ കൂടിയും ഒക്കെ കടക്കേണ്ടി വന്നാലും, പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ നമ്മളെ കാക്കും, സൂക്ഷിക്കും. പിന്നെ ശബരിശ്രീ പറയുമ്പോഴേ, നീ ദൈവത്തിൻ്റെ ദാനം, നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിലയേറിയ രക്തത്താൽ ദൈവം നമ്മെ വിളിച്ച് കർത്താവിൻ്റെ രാജ്യത്തിനായിട്ട് സൂക്ഷിക്കുമ്പോൾ അതൊരു ഗിഫ്റ്റാണ്. ദൈവത്തിന് അത് വിലയേറിയതാണ്. പക്ഷെ ആ വിലയേറിയ ആ അനുഭവത്തെ ശത്രു പലപ്പോഴും അത് മോഷണം, കൊല്ലുവാനും കുടിപ്പാനും നശിപ്പാനും വരുന്ന പൈശാചിക ശക്തികൾ അതിനെ മോഷണം കൊണ്ടുപോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് അവിടുന്ന് പരിപാലിച്ച് സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവിൽ തക്ക കൊണ്ടുപോകും. ഹല്ലേലൂയ. നിർത്തിയിരിക്കുക. അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾ വായിക്കുമ്പോൾ അവന് പ്രോമിസ് കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു,
ഞാൻ 17:1 അബ്രാമിന് 99 വയസ്സായപ്പോൾ അബ്രാമിനെ പ്രത്യക്ഷനായിട്ട് അവനോട് പറയാം, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തു, നിനക്കൊരു സന്തതി ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ 15 1 വാക്യത്തിലുണ്ട്, അബ്രാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. അപ്പം താഴോട്ട് വായിക്കുമ്പോൾ അവകാശി എൻ്റെ എലിയാസറാണ്, എലിയാസർ എൻ്റെ അവകാശിയാകും. കർത്താവ് പറയുന്നു, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന തന്നെ, 4 വാക്യം, തന്നെ നിൻ്റെ അവകാശി ആകും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആ വാഗ്ദത്തം കൊടുത്തു. പക്ഷെങ്കിൽ ആ വാഗ്ദത്തം നിവൃത്തിയാകുവാൻ അബ്രഹാം ചില കാര്യങ്ങൾ കൂടെ കടന്നുപോയി. ഹല്ലേലൂയ. നമ്മെ ദൈവം ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു. അബ്രഹാമിനോട് പിന്നൊരു നിയമം 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു നിയമം ചെയ്തു. ആ നിയമം അവിടുന്ന് അവൻ നിത്യ നിയമമായിട്ടിരിക്കുക. ഒന്ന് എഴുതിയിരിക്കുകയാണ് അവിടെ 17-ന്റെ 10-ാം വാക്യത്തിൽ, എനിക്കും നിൻ്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളെ അഗ്രജമം പരിച്ഛേദന ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നിയമം കൊടുത്ത് ആ നിയമം പാലിക്കുമ്പോൾ, ഹല്ലേലൂയ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു പരിച്ഛേദന ഏക്കാതെ അതുപോലും നമുക്കും ദൈവം തന്നിരിക്കുക. അതേക്കാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനൊക്കത്തില്ല. അത് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കൈകൊണ്ടുള്ള പരിച്ഛേദന അല്ല. കർത്താവായ യേശു, കൊലോസ്യ ലേഖനം 2:11 ഓക്കെ, അവനിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തന്നെയായ അവനിൽ നിങ്ങൾ പരിപൂർണനായിരിക്കുന്നു. അവനിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾ അബ്രഹാമിന് കൊടുത്ത ആ നിയമം അത് ഇന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് ഒരു കർത്താവായ യേശു ക്രിസ്തുവിനാൽ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ ഒരു പരിച്ഛേദന ലഭിച്ചു. ഇന്ന് ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർപ്പിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടന്നാൽ ആ വിശ്വസ്തനായ ദൈവം നമ്മെ അവിടെ എത്തിക്കും. അതോടൊപ്പം തന്നെ ഒരു വാക്യം വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ, അവൻ്റെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടും ഉള്ള കൂട്ടായ്മ. അത് കഴിഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവനോട് എന്ത് ചെയ്യാം, കൂട്ടായ്മയുണ്ട് ഇല്ലേ. അവിടെ എഴുതിയിരിക്കുന്നത് അവനോട്, എൻ്റെ 5-ാം വാക്യത്തിൽ, ദൈവം വെളിച്ചമാകുന്ന അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അതിൻ്റെ 6-ാം വാക്യത്തിൽ, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. ഹല്ലേലൂയ. സത്യം പ്രവർത്തിക്കുന്നതില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽ കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈ ജഡശരീരം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ ഒരു ഇരുട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ടെങ്കിൽ അവിടെ ഇരുട്ടാണ്. വെളിച്ചം നമ്മളിലേക്ക് അതാണ് കർത്താവിൻ്റെ കാന്തി എന്ന് പറയുന്നത്. ശോഭിക്കുന്ന അവളുടെ ശോഭ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, അതിൻ്റെ ജ്യോതിസ് അതിഭയങ്കരം. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മണവാട്ടിയുടെ ആ തേജസ്സിനനുസരിച്ച്, മണവാളനനുസരിച്ചൊരു തേജസ് നമുക്കുണ്ടായില്ലെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ആ കർത്താവിൻ്റെ വരവിലേക്ക് പോകാൻ പറ്റത്തില്ല. അതിനുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ആ ജഡശരീരം, ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ ഇരുട്ടിനെ വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. അത് ഉരിഞ്ഞു കളഞ്ഞ്, അതിനെ ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അബ്രഹാമിന് ആ പ്രോസസ്സിൽ കൂടെയൊക്കെ ദൈവം നടത്തിയപ്പോഴേ അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ മാറ്റും. അത് നമ്മുടെ കഴിവുകൊണ്ട് നോക്കിയാൽ നമുക്ക് മാറ്റത്തില്ല. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ പേര് ദൈവം മാറ്റി. ആദ്യമേ 17-ാം അധ്യായത്തിൽ, നീ ബഹുജാതികൾക്ക് പിതാവാകും, നിന്നെ ഇനി അബ്രാം എന്നല്ല, നിന്നെ ബഹുജാതികൾക്ക് പിതാവായിരിക്കാൻ നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. അവൻ്റെ ലിമിറ്റേഷൻ, ഒരു അബ്രാം എന്നുള്ള വാക്കൊരു പിതാവാണെങ്കിൽ അബ്രഹാം മൾട്ടിപ്പിൾ, അൺലിമിറ്റഡ് ആക്കി. ഒരു ലിമിറ്റഡ് ഉള്ള കാര്യം കർത്താവ് ബഹുജാതികൾക്കായി അൺലിമിറ്റഡ് ആക്കി എന്ന് പറഞ്ഞാൽ ഒരു ഹാ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഹീബ്രു ലാംഗ്വേജൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫിഗർ സിംബോളിക് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഹ എന്ന് നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ എടുക്കുന്ന ഹ എന്നാണ് അതിലൊരക്ഷരമാണ് അബ്രഹാമിനോട് കൂട്ടിച്ചേർത്തത്. ഹ
എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശ്വാസം, ആ ജീവശ്വാസം അവനിലേക്ക് ഊതുമായിരുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പായി നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞത് ഇന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പരിച്ഛേദനയാൽ നമ്മൾ ആ ജഡശരീരം ഒന്ന് ഉരിഞ്ഞ് കളയണം. പലപ്പോഴും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒക്കെ പോകുന്ന കാര്യങ്ങളൊന്നും ഈ സാധിക്കത്തില്ല. എന്നാൽ ആ പരിശുദ്ധാത്മാവാണ് ഇവൻ നമ്മളെ എന്ത് ചെയ്യുന്നത്, അതിനായി ഒരുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സാറായിൽ എന്നല്ലേ 15-ാം വാക്യത്തിൽ സാറായോട് പറഞ്ഞു, നിൻ്റെ പേരിനി സാറായി എന്നല്ല, നിൻ്റെ പേരിനി എന്താ ഹാ എന്നുള്ള എന്ന് പറഞ്ഞാൽ വീണ്ടും സാറായിൻ്റെ മേലും എന്ത് ചെയ്തു, ആ ഹാ കർത്താവിൻ്റെ ശ്വാസം അവിടെ ഊതി. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ശരീരം എന്ത് ചെയ്തു, ആ നിർജീവമായ ശരീരം ജീവിക്കുവാൻ വന്നു. ഹല്ലേലൂയ. നമ്മുടെ നിർജീവ അവസ്ഥകൾക്ക് ജീവൻ വരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അബ്രഹാമിന് 25 വർഷം ഒരു മകന് വേണ്ടി കാത്തിരുന്ന പെട്ടെന്ന് അബ്രഹാം എങ്ങനെ സാധിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു, അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരിക. ഹല്ലേലൂയ. അവൻ്റെ ലൈഫിൽ എന്ത് ചെയ്യുക, ആരോഗ്യം എന്ത് ചെയ്യുക, അതിനുള്ള നമ്മൾ കർത്താവിൻദാസനെ ഓർപ്പിച്ചതുപോലെ പുത്രോത്പാദനത്തിനായിട്ടുള്ള എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ അതിനുള്ള ശക്തി പ്രാപിച്ചു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ പ്രോമിസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഉടനെ അബീമേലേക്ക് അവർ വീണ്ടും അങ്ങോട്ട് പരദേശിയായിട്ട് യാത്ര ചെയ്തപ്പോൾ അബീമേലേക്ക് ഈ സാറായെ കണ്ടിട്ട് ആ സാറായെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു ഭാര്യയായിട്ട് എടുക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചപ്പോൾ സാറയെ പ്രായമായ സാറ ഒരു വലിയൊരു ഒരു യൗവന ഇതിലേക്ക് ശരീരം എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. അതിനുള്ള ശക്തി വിശ്വാസത്തെ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി ആ വിശ്വാസം അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ആ ശരീരം പോലും മാറി. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരി അപ്പം കണ്ടില്ലേ, കൊട്ടാരത്തിലേക്ക് വരെ കൊണ്ടുവരണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് സാറാങ്ങ് മാറി. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കണം. ആ അബ്രഹാമിനോട് ചെയ്ത പ്രോമിസ് നമുക്കും അതുപോലാണ് നമ്മുടെയും ജീവിതത്തിൽ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചതാ, അവൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിനോടൊത്ത് നിത്യ യുഗം വാഴുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ആ ശക്തി എന്ത് ചെയ്യുക, നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ആ കാട്ടുപോത്തിനുള്ള ശക്തി നമ്മൾ ലഭിക്കണമെങ്കിൽ കർത്താവേ എൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ. കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നപ്പോഴും കർത്താവ് ഇതാണ് ചെയ്തത്. കർത്താവ് അവരുടെ മേലെ എന്ത് ചെയ്തു, ശിഷ്യന്മാരുടെ മേലെ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു വന്നപ്പോഴേ ശിഷ്യന്മാരുടെ മേൽ ഊതി ആ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ശക്തി അങ്ങോട്ട് ലഭിച്ചപ്പോഴാണ് അവരെന്ത് ചെയ്തത്, പത്രോസൊക്കെ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസൊക്കെ ദൈവത്തിന് വേണ്ടി എരിഞ്ഞ് ശോഭിപ്പാൻ. ഹല്ലേലൂയ. കർത്താവ് ഒരു അത്ഭുതം നടത്തി. അപ്പം നമ്മൾ കർത്താവിൻ്റെ വരവരെ കാക്കപ്പെടണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ എന്ത് ചെയ്യണം, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തെ ആവഹിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് എന്ത് ചെയ്യും, നിങ്ങളോടുകൂടെ വാസം ചെയ്യും. ഇന്നെ ഒരു പുതിയൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടും. അപ്പം നമ്മൾ ഒബീഡിയൻസ്, കർത്താവിൻ്റെ ആ വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ട് കർത്താവേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറയുമ്പോഴേ ഹൃദയ പരിച്ഛേദന, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന, ആ തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. ആ നിധിനായ ദൈവം, ആ ഉന്നതനായ ദൈവമെങ്കിലും മനസ്താപവും മനോവിനയുള്ളവരോട് വസിക്കുന്ന ദൈവമാണ്. നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവേ എന്നെ നിൻ്റെ ഹിതത്തിനായി സമർപ്പിക്കുന്നു, നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, കർത്താവിൻ്റെ പ്രവൃത്തി. അതാണ് നിങ്ങളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കത്തില്ല. എത്രയോ കാലമായി മനുഷ്യർ പല സൈക്കോളജി അതും പുതിയ കാര്യങ്ങളൊക്കെ മനുഷ്യനെ രക്ഷിക്കാൻ നോക്കി, ഒന്നും അവനെ രക്ഷിപ്പാൻ സാധിച്ചില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ ആ പുത്രനെ അയച്ച് ആ പുത്രനിൽ കൂടെ നമുക്കൊരു വിടുതൽ കർത്താവ് രക്ഷ തന്നു. അതാണ് വായിച്ച വാക്യ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. ആ പ്രോമിസ്, ഹല്ലേലൂയ, ആ പ്രോമിസ് നമ്മൾ അത് കർത്താവിൻ്റെ ആ രക്തത്തിൽ കൂട്ടത്തിലുള്ള വിടുതൽ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്കാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിടെ ഉണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, നമ്മളെ ഒരുക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് പ്രതികൂലം വന്നാലും ഹല്ലേലൂയ 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പം കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ,
ഹല്ലേലൂയ. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കും. അവൻ്റെ ദൈവം വിശ്വസ്തയെ നിന്നെ കാക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ദൈവം വിശ്വസ്തതയും എന്ത് ചെയ്യുക? നമ്മളെ ചുറ്റി പരിപാലിക്കുക. ഹല്ലേലൂയ. 54 സങ്കീർത്തനത്തിലുണ്ട്, അവന് ശത്രു നമ്മളെ വിഴുങ്ങാൻ വരുമ്പോൾ കർത്താവ് ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്ത് ചെയ്യുക? നമ്മെ കോരി എടുത്തിട്ട് അവൻ്റെ ദൈവം വിശ്വസ്തതയെ അയച്ച് നമ്മളെ എന്ത് ചെയ്യുക? രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ വിളിച്ച ദൈവം ഒരു വിലയേറിയ സമ്പത്തായിട്ട് ദൈവം നമ്മെ ഇവിടെ വെക്കുമ്പോൾ ശത്രു പലപ്പോഴും ജീവിതത്തിൽ നോക്കും എങ്ങനെയെങ്കിലും നമ്മുടെ വിരുത് തെറ്റിക്കുവാൻ. എന്നാൽ വലിയവനായ ദൈവം അവസാനം വരെ നമ്മളെ ഉറപ്പിച്ച് ശക്തീകരിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിത്യരാജ്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ നോക്കുക. ജോസഫിനൊരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. യോസഫിൻ്റെ സിസ്റ്റർ നമ്മൾ വായിച്ച് കേട്ടല്ലോ. ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ചില സിറ്റുവേഷനിൽ കൂടെ കടന്നപ്പോൾ ഹല്ലേലൂയ, അവൻ ഇത് അങ്ങ് സ്വപ്നം ശരിയാകുമോ, ഇതിനകത്തുനിന്നൊരു ഹോപ്പുണ്ടോ എന്ന് ആ കാരാഗൃഹത്തിലൊക്കെ കിടന്നപ്പോൾ യോസഫ് വിചാരിച്ചു കാണും. എന്നാൽ ദൈവം കൊടുത്ത ദർശനം ഹല്ലേലൂയ അത് നിവർത്തിക്കുവാൻ ദൈവം സാധിച്ചു. ഇസ്രായേലിനോട് ഉള്ള ബന്ധത്തിൽ യോശുവ പറയുമ്പോഴേ ഇസ്രായേലിന് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകാതെ എല്ലാ വാഗ്ദാനങ്ങളും കർത്താവ് എന്ത് ചെയ്യും? നിവർത്തിച്ചു. ശലോമോനും അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം വാഗ്ദാനങ്ങളൊന്നും വൃഥാവായി പോയിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം. ആകാശവും ഭൂമി മാറിപ്പോയാലും അവിടുത്തെ വാഗ്ദത്തം മാറുന്നില്ല. ആ വാഗ്ദത്തം നമുക്കും തന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മളതിനെ വിശ്വസിക്കുമ്പോൾ ആ സാറ ആ വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെന്ന് എണ്ണി. ഹല്ലേലൂയ. ആ വിശ്വാസം അങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് വന്നപ്പോൾ ഹല്ലേലൂയ സാറ എന്ത് ചെയ്യുക? ഒരു പ്രായമായ ഒരു സ്ത്രീയായിട്ടല്ല, ഒരു മകനെ പ്രസവിച്ച് യൗവനക്കാരത്തിയായിട്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് ഒരു കാര്യം അബ്രാഹാമിനോട് പറയുമ്പോൾ ഒരു കാര്യം അസാധ്യമായിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന് എന്താ എല്ലാം സാധ്യം. ഹല്ലേലൂയ. നാം വിശ്വസിക്കണം. നമ്മുടെ ദൈവം ആരെന്നുള്ള വിശ്വസിക്കണം. ദാനിയേൽ പുസ്തകത്തിൽ പറയുമ്പോഴേ തന്നെ അറിയുന്ന ജനം എന്ത് ചെയ്യും? ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആ വിരുദ്ധ ആ ദൈവത്തെ നാം മുറുകെ പിടിക്കുമ്പോൾ ഹല്ലേലൂയ ആ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ വിശ്വസത്തിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളിൽ എന്ത് ചെയ്യുക? ആ വെളിവാകും. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ തൂവൽ കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ദൈവം ആ കർത്താവിൻ്റെ കൃപയിലാണെങ്കിൽ നാം ദൈവിക സാന്നിധ്യത്തിലാണെങ്കിൽ ഒരിക്കലും അവിടുന്ന് നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അവൻ ഈ മങ്കി കിറ്റുമുണ്ട്, ഈ പൂച്ചയുടെ കുട്ടിയുമുണ്ട്. ഈ ഈ കുരങ്ങ് ഒരു മരത്തിൽ നിന്ന് അങ്ങേ മരത്തിലോട്ട് ചാടുമ്പോഴേ അതിൻ്റെ കുഞ്ഞെന്ത് ചെയ്യണം? അതിനെ മുറുകെ പിടിച്ചോണം. അത് കൈ എടുത്തോണ്ട് ഇതേ കമ്പിൻ്റെ കൊമ്പെ പിടിച്ചോണ്ട് ചാടുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ പറ്റില്ല. അപ്പം കുഞ്ഞെന്ത് ചെയ്യണം? അതിനെ മുറുകെ അങ്ങ് പിടിച്ചോണം. അപ്പോൾ ഒരു ചാട്ടം ചാടിക്കഴിഞ്ഞാൽ അങ്ങേ ചാട്ടത്തിലേക്ക് ഈ കുഞ്ഞും കൂടെ എന്ത് ചെയ്യും? പോവും. പക്ഷെ വിട്ടുപോയി കഴിഞ്ഞാൽ താഴെ പോവും. എന്നാൽ പൂച്ച എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്? പൂച്ച കടിച്ചെടുത്തോണ്ട് ഒന്നും അറിയണ്ട, അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. പൂച്ച എടുത്തുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, നാം ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ, അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം തന്നിരിക്കുന്ന ആ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ പട്ടിണിയോ രോഗമോ നിന്നയോ എന്തു വന്നാലും അതിന് ദൈവം നമ്മെ അകറ്റത്തില്ല. അപ്പം നാം ദൈവത്തോട് അടുത്ത് വരും. ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ഉള്ളം കരങ്ങളിൽ വചനം പറഞ്ഞ ശാശ്വതമായ കരങ്ങൾ എന്ത് ചെയ്യുക? നീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ഭുജത്തിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പറയുമ്പോഴേ നീ വെള്ളത്തിന്മേൽ കിടന്നാൽ മുക്കിക്കളയില്ല, അജ്ഞാനം നിന്നെ കെടുതികളയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മോടുകൂടെ ഇരിക്കും. നിനക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഇസ്രായേൽ ഇന്നൊരു ലോകം ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ ഏതോ ഒരു ഭരണകർത്താവ് പറഞ്ഞത് ഇസ്രായേലെന്നൊറ്റ വാക്കാണ് പറഞ്ഞത്. ദൈവം ഉണ്ടോ എന്നുള്ള തെളിവ് നോക്കിക്കോണേ. ദൈവം അബ്രാഹാമിന് കൊടുത്ത് ഏകനായിട്ട് വിളിച്ച് ആ അബ്രാഹാമിനെ ഒരു നേഷ്യനാക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ വാഗ്ദത്തം കണ്ടില്ല. ഇന്നൊരു രാജ്യമായിട്ട് അനേക രാജ്യങ്ങൾക്ക് പേടി സ്വപ്നമായിട്ട് ഇന്ന് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവർ മാറിപ്പോയി. പലപ്പോഴും അവർ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ച് പോയി. എന്തെങ്കിലും ദൈവത്തിൻ്റെ ആ കരുണ ദയ തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ മക്കളെ എന്ത് ചെയ്യുക? ഇന്ന് അവിടുന്ന് ചേർത്ത് പിടിപ്പാൻ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുങ്ങൻ കീഴിൽ സൂക്ഷിക്കുന്ന പോലെ ആദരവോളമായിട്ട് ഇന്നും അവിടുന്ന് സൂക്ഷിക്കുന്നു. ഒരു ദിവസം അവർ കുത്തിയെങ്കിലേക്ക് നോക്കും. എന്നാൽ ഇന്ന് നമുക്ക് ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുക. ആ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുക. അതാണ് ഇന്ന് പറഞ്ഞത്. അടുത്ത ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിത്യരാജ്യത്തിലേക്ക് താൻ ദാസൻ അത് ഓർപ്പിച്ചു. ഓശയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോഴേ നിന്നെ ഞാൻ എന്താ സദാകാലത്തേക്കും എന്ത് ചെയ്യുക? വിവാഹ നിശ്ചയം വിശ്വസ്തയോടെ. ഓശയ 2
20. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ, നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവ എന്ന് അറിയും. നോക്കിയോണേ കർത്താവിൻ്റെ സ്നേഹം. അല്ല, നമ്മളെ വിളിച്ച് ഈ ലോകത്തിലേക്ക് മാത്രമല്ല, നിത്യരാജ്യത്തിലേക്ക് ഒരു നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ആ മണവാട്ടിയായിട്ട് കർത്താവിനോടൊന്ന് ആ നിത്യ യുഗങ്ങൾ ഹല്ലേലൂയ നമുക്ക് വാഴുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യം ഇന്ന് നോക്കിയോണേ. എത്രയോ ആയിരങ്ങൾക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം. ഇവരിന്ന് കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ പോകുന്നത് നമുക്കറിയാം, നിത്യതീയിലോട്ട്. അല്ലെങ്കിൽ പലപ്പോഴും പലരെ പ്രത്യാശയില്ലാതെ ജീവിതം നശിപ്പിച്ച് ആ നിത്യ അഗ്നിയിലേക്ക് മാറുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ പ്രത്യാശ, ആ വിശ്വസ്തനായ ദൈവത്തിൽ നമ്മളായിരിക്കുന്ന അതൊരു പ്രത്യാശയുടെ ഒരു നങ്കൂരം തന്ന് ദൈവം നമ്മെ ഉറപ്പിച്ച് ഇവിടെ നിർത്തിയിരിക്കുക. ആ ദിവസത്തേക്ക് ഹല്ലേലൂയ, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനായി ദൈവം നമ്മെ സൂക്ഷിക്കുക. ആ വിവാഹത്തിന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിനക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാനൊരു സ്ഥലം ഒരുക്കിയാൽ അവിടെ വന്ന് നിങ്ങളെ എന്ത് ചെയ്യുക? ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി ഇവിടെ അല്ല. പൗലോസ് പറയുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. അവിടുന്ന് നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. ആ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ ശരീരത്തോട് അനുരൂപമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടാകണം. നമ്മെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ജഡശരീരം അങ്ങോട്ട് ഒഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലേക്ക് ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവിടുന്ന് വാസിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നാം സമർപ്പിക്കണം. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരം എന്താ? ദൈവത്തിന് വിശുദ്ധമുള്ള ഒരാലയം. കർത്താവിന് വസിക്കുവാൻ വേണ്ടി ഈ ആലയം നമ്മൾ ഇന്ന് തുറന്നു കൊടുക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് അവിടെ വാസം ചെയ്യും. ആ സിഗ്നൽ അവിടെ വാസം ചെയ്ത് നമ്മളെന്ത് ചെയ്യുക? അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മൾ വായിച്ച വാക്യം, അനിന്ത്യമാവണ്ണം വെളിപ്പെടണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ജഡശരീരം ഒന്നും അങ്ങോട്ട് ഉരിഞ്ഞു പോയാൽ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലൊക്കെ കറക്റ്റായിട്ട് കർത്താവ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളൊക്കെ. അതൊക്കെ മരിപ്പിക്കണം. ചില അവയവങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പോകുന്ന പുകഴ്ചയുള്ള അവയവങ്ങളെയൊക്കെ മരിപ്പിക്കണം. മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില ടെമ്പററി മരുന്നൊക്കെ കൊടുത്താൽ മതി, മരവിക്കും. പക്ഷെ മരിപ്പിക്കണമെങ്കിൽ ഇച്ചിരി പാടാം. അതിനെ എന്ത് ചെയ്യുക? കഷ്ടതയെ കൂടെ ഒക്കെ ദൈവം എന്ത് ചെയ്യുക? നമ്മളെ കടത്തും. ഹല്ലേലൂയ. താഴ്ത്തം സമർപ്പിച്ച പോലെ ആദ്യം പിതാവിൻ്റെ കൂട്ടായ്മ, പുത്രൻ്റെ കൂട്ടായ്മ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അത് ഒരു കൂട്ടായ്മയുടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞ് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഒന്ന് അനുഭവിച്ചറിയണം. ആ കഷ്ടം നമുക്ക് വരുന്ന കഷ്ടത്തിൽ കൂടെ ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറഞ്ഞത് മുൻനിയമിച്ചവരെ എന്ത് ചെയ്യുക? മുൻനിയമിച്ചവരെ വിളിച്ചവരെ എന്ത് ചെയ്യുക? നീതീകരിച്ചവരെ തേജസ്കരിക്കുക. ആ തേജസ് നമ്മൾ വരണമെങ്കിൽ ആ കഷ്ടത്തിൽ നിന്ന് പ്രോസസ്സ്, ആ ചൂളയിൽ കൂടെ യോശുവയോട് പറയുമ്പോഴേ ഇവൻ്റെ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയല്ലയോ, ഒരു ബ്രാൻഡ്, ഇംഗ്ലീഷിലെ വാക്ക് എഴുതിയിരിക്കുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡാക്കി ദൈവം മാറ്റണമെങ്കിൽ ചില തീയുടെ അവസ്ഥയിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടും. ആ തീയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആ കഷ്ടതയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയുകയല്ല, കർത്താവേ നീ എന്നെ അതിനായിട്ട് ഒരുക്കുന്നല്ലോ. അതുകൊണ്ടാണ് അവിശ്വാസമുള്ള ഒരു ഹൃദയം നമുക്ക് വരരുത്. ഇസ്രായേൽ ജനം മല്ലന്മാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർ ദൈവത്തിൽ ആശ്രയിക്കാതെ അയ്യോ ഈ മല്ലന്മാരുടെ കൂടെ എങ്ങനെ പോവും, അവരെന്ത് ചെയ്തു? ദൈവത്തെ അവിശ്വസിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ യോശുവ ഹല്ലേലൂയ കർത്താവിനോട് പറ്റിയിരുന്നു. ഹല്ലേലൂയ. അവനെന്ത് ചെയ്തു? ആ ഭാഗത്തെ നാട്ടിൽ ചെന്നെത്തും. അവനും അവൻ്റെ കുടുംബവും ഭാഗത്തെ നാട്ടിൽ ചെന്ന് എത്തി. ആ വിളിച്ചവരില്ല, കുഞ്ഞുകുട്ടികളെല്ലാം വേറെ ചെന്നു. അവർ കുഞ്ഞുകുട്ടികൾ പട്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞുകുട്ടികളെ കർത്താവ് എന്ത് ചെയ്തു? 20 വയസ്സുള്ളവരെല്ലാം കർത്താവ് പിള്ളേരെല്ലാം കൊണ്ടുവന്ന് അവിടെ സ്വർഗത്തിലാക്കി. പക്ഷെങ്കിൽ ഈ അവിശ്വാസം വന്ന ഹല്ലേലൂയ. അപ്പം നമ്മൾ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ദൈവമേ എനിക്കിത് പറ്റിയല്ല, എനിക്ക് ഈ കഷ്ടത എന്തിനാണ് വിളിച്ചത് ദൈവം നമ്മൾ ചോദിക്കാൻ പാടില്ല. ഹല്ലേലൂയ. എന്ത് തന്നാലും ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ നീ എനിക്ക് എന്നെ നല്ലതിനായിട്ട്. അതാണ് സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും തന്ന് അതിനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ആ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമ്മളെ അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന, തൻ്റെ ജീവനെ തന്ന ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. കഷ്ടതയെ ദൈവം നമ്മെ
കൈവിടില്ല. പ്രയാസം, പ്രതികൂലങ്ങൾ, അയ്യോ അവർക്ക് വന്ന് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവെ സംഭവിക്കുന്നു, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ തേജസ്സിലോട്ട് ദൈവം നമ്മെ നടത്തുക. ഹല്ലേലൂയ. നമ്മളിലുള്ള ചില ജഡത്തിൻ്റെ അവയവങ്ങൾ, ഹൃദയത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറ്റി ദേഹി റോമാലേഖനം 12:1 പറയുമ്പോഴേ, നിങ്ങളുടെ എന്ത് ശരീരങ്ങളെ ദൈവത്തിന് ഹിതവും പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിപ്പിൻ, ലോകത്തിന് അനുരൂപമാകരുത്. അനുരൂപമാകുന്ന ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അവസ്ഥ വരുമ്പോൾ, അതിനെല്ലാം ദൈവം മാറ്റി അവിടുത്തെ പുത്രൻ്റെ ആ സ്വരൂപത്തോടെ, ആ ക്രിസ്തുവിൻ്റെ ഭാവം, ആ ക്രിസ്തു എന്ന തലയോളം ദൈവം നമ്മെ വളർത്തുക. ഹല്ലേലൂയ. അപ്പോൾ ആ വിഷയത്തിൽ വരുമ്പോൾ ചില ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒന്നും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അന്ത്യം വരെ നടത്തുവാൻ അവിടുന്ന് ശക്തനായി എന്നോട് കൂടെ ഉണ്ട്. നമ്മൾ വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾക്ക് അവിശ്വാസമുള്ള ഹൃദയം വരാതെ, എബ്രായലേഖനം 10:23 പറയുമ്പോഴേ, ദുർമനസ്സാക്ഷി എന്ത് ചെയ്യണം? 22 നാം ദുർമനസ്സാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ടുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് വരിക. കാൽവരി ക്രൂശിലെ രക്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. വിലയേറിയ രക്തമാണ്. ആ രക്തം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് സ്വർഗത്തെയും പക്ഷപാതം ചെയ്യുക ദൈവം. കർത്താവായ യേശുക്രിസ്തു നമ്മളിവിടെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അത് നമുക്ക് വേണ്ടിയ പക്ഷപാതം മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ നാമം ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ അതെന്ത് ചെയ്യുക? മഹത്വമായും തീരുക. പിശാച് അവിടെ തോക്കുക. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച് ക്രൂശി നമുക്ക് ജയം തന്ന ദൈവമാണ്. ഇന്ന് ദൈവം നമ്മെ സഭയായിട്ട് ഇന്ന് ആക്കിയിരിക്കുന്ന, ഇന്ന് ദൈവത്തിൻ്റെ സഭ, അവൻ്റെ ശരീരമായ സഭ ഇന്ന് ആക്കിയിരിക്കുന്നത് ദൈവനാമം മഹത്വത്തിനാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മുടെ സ്വന്തം ബുദ്ധിയിലല്ല, പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ദൈവനാമം മഹത്വത്തിനായി സ്വർഗത്തെ കൗണ്ട് ചെയ്യും. ഒരു ജഡത്തെ അടിക്കുന്നതിനും മറ്റേതിനോട് ഒന്ന് കാണിച്ചു കൊടുത്താൽ സ്വർഗം ദുഃഖിക്കും. എന്നാലേ നമ്മളത് ക്ഷമിക്കുമ്പോൾ സ്വർഗം അവിടെ സന്തോഷിക്കും. ഇന്ന് ആ മഹത്വം കാണിക്കാൻ വേണ്ടി, ആരെ കാണിക്കാൻ വേണ്ടി? വാഴ്ചകളെ, അധികാരങ്ങളെ, ഇവരെ ദൈവത്തോട് മത്സരിച്ചതാ. അനാദികാലം മുതലുള്ള, എഫെസ്യരിൽ പറയുമ്പോൾ അനാദികാലം മുതലുള്ള മർമ്മം ഇതായിരുന്നു. വാഴ്ചകളെ, അധികാരങ്ങളെ എന്ത് ചെയ്യാം? അവിടെ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് അവർ നമ്മളെന്ത് ചെയ്യുക? സഭ ഇവിടെ വെച്ചിരിക്കുന്നത് ദൈവനാമോടെ കാണിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവരെ ആയുധവർഗം വെപ്പിച്ച് ആ അധികാരവും ദൈവം നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അതിനെല്ലാം ജയിക്കണം. പാപത്തെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, നിന്നോട് നമ്മൾ യാചിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് ആ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഉച്ചചൂടാത്ത ഞരക്കത്തിനാൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ചില വിഷയങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുക? അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല, നിവർത്തിക്കാതിരിക്കത്തില്ല. ഹബക്കൂക്കിന്റെ ലേഖനത്തിൽ പറയുമ്പോഴേ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എന്ത് ചെയ്യുക? അത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനായി തന്നെ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും അതിനുള്ള ഒരു സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമ്മൾ ആ കർത്താവിനോട് പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, ദൈവത്തോട് അടുത്ത് വരുവേൻ, എന്നാൽ എന്ത് ചെയ്യുക? അവൻ നിങ്ങളോടും അടുത്ത് വരും. പാവികളെ, കൈകളെ വെടിപ്പാക്കുവേൻ, ഇരുമനസ്സുള്ളവരെ ശുദ്ധീകരിച്ച്, ഹൃദയത്തെ ശുദ്ധീകരിച്ച് സങ്കടപ്പെടുവേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി താഴുവേൻ, അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. പലപ്പോഴും നമ്മൾ ഇന്ന് കരയുമ്പോൾ, ഇന്ന് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സന്തോഷിക്കും. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ഒന്നും കണ്ട് നമ്മൾ ഭയപ്പെടാതെ വിളിച്ച ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ നാം നോക്കുമ്പോൾ, ആ ദൈവം നമ്മെ സ്വർഗരാജ്യത്തിൽ കൊണ്ട് എത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മൾ വായിച്ച വാക്യത്തിൽ, സമാധാനത്തിൻ്റെ ദൈവവും നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുകയാണ്. വചനം പറഞ്ഞ് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ മർത്യശരീരങ്ങളെ എന്ത് ചെയ്യും? നോടുകൂടെ ഉയർപ്പിക്കും. റോമാലേഖനത്തിൽ നമ്മുടെ ദാസ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പൗലോസ് അതേ പറഞ്ഞ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ താഴ്ചയുള്ള ശരീരത്തെ അതിൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കി മാറ്റും. ആ കർത്താവിൻ്റെ ആ ശക്തിയിൽ വസിച്ചുകൊണ്ട്, ആ പരിശുദ്ധാത്മാവിൽ വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ആ സ്വഭാവത്തിന് അനുരൂപമായി ഹല്ലേലൂയ കർത്താവിൻ്റെ മണവാളിന് ചേർന്നൊരു മണവാട്ടിയായി തീരുവാൻ കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. തെസ്സലോനിക്കർ 5:23 ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയിൽ
അന്തിന്യമായ വണ്ണം വെളിപ്പെടുവാൻ വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തൻ, അത് നിർവഹിക്കും. ഇന്ന് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെയും ആയിട്ടില്ല. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഇപ്പം ഇവിടെ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ പ്രാണനും വേണം, ആത്മാവും വേണം, ദേഹവും വേണം. മൂന്നും. ആത്മാവിൻ്റെ രക്ഷ കിട്ടി. ദേഹി ഇന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ആ ജഡശരീരം ഉരിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഒരു പ്രോസസ്സ്. കർത്താവിൻ്റെ ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം. ആ 1 തെസ്സലോനിക്കർ പറയുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും അവിടെ ഓരോ കാര്യങ്ങൾ എഴുതി. ആ പ്രധാന ദൂതൻ്റെ ശബ്ദം എന്നൊക്കെ പറയുന്ന ദുഷ്ടൻ നമ്മളെ അങ്ങോട്ട് കർത്താവ് എടുത്തുകൊണ്ട് വരുമ്പോൾ കാണാൻ അനുവദിക്കും, തടസ്സപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കാഹളം. ആ കാഹളം, ദൈവത്തിൻ്റെ ആ ശബ്ദം അവിടെ ഊതുമ്പോൾ ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സ് നമ്മളിൽ നടന്ന് നമ്മുടെ ശരീരം എന്ത് ചെയ്യുക? രൂപാന്തരം പ്രാവർത്തിക്കുക. അത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഇന്ന് നാം കർത്താവിന് വേണ്ടി നമ്മുടെ ആ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ. ദാസി നമ്മൾ പാട്ടുപാടിയപ്പോഴേ തുറന്നാലും ആർക്കും അടയ്ക്കാൻ വയ്യ. ഹല്ലേലൂയ. അപ്പം ഇന്ന് കർത്താവിന് നോക്ക് ചെയ്യുക. ആരെങ്കിലും ഹൃദയം കൊടുത്തെങ്കിൽ ഞാൻ അവനോടുകൂടെ വസിക്കും. ഹല്ലേലൂയ. അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ പിതാവും പുത്ര പരിശുദ്ധാത്മാവും നമ്മൾ വന്ന് വസിക്കും. അതാണ് യഥാർത്ഥ കൂട്ടായ്മ. അതിനുവേണ്ടി ഈറ്റബർണാക്കിൾ ചർച്ചിലെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ നമ്മളും വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കുമാണ്. നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ കർത്താവിൻ്റെ മുഖം കാണും. ഹല്ലേലൂയ. നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാ, അത് അവൻ നിർവഹിക്കും. ഹല്ലേലൂയ. കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമിൻ ദൈവമല്ലയോ, അത്ഭുതം അവൻ ചെയ്യില്ലയോ, ചെങ്കലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ഹല്ലേലൂയ. പാട്ടിൻ്റെ ആരംഭത്തിൽ ഞാൻ പറയുന്നത്, കരുതുന്നത് ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വയിൽ നിന്നെ ഞാൻ കൈവിടുമോ. ആ പ്രയാസങ്ങൾ, എന്ത് പ്രയാസം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും ഹല്ലേലൂയ, ആ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ആ യേശുവ കാലിപ്പം മുറുകെ പിടിച്ചതുപോലെ അവനോട് പറ്റിയിരുന്ന്, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാനും തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കാം. നിത്യയുഗം കർത്താവിനോട് മലയാട്ടിയായി. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവം സിലബസ് തന്നിരിക്കുക. ബൈബിളാണ് നമ്മുടെ സിലബസ്. അല്ലാത്ത എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അതില്ല. എന്നാൽ ഈ വചനപ്രകാരം നമ്മൾ പോകുമ്പോൾ ഹല്ലേലൂയ, നമ്മളെ എന്ത് ചെയ്യുക? ഗ്രാജുവേഷൻ ഡേയിലേക്ക് വിളിക്കും. ഹല്ലേലൂയ. ഗ്രാജുവേഷൻ ഡേ എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ ആ കല്യാണ സദ്യയാണ്. കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അതാണ് നിന്നെ സദാകാലത്തേക്കും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. കർത്താവിനോടൊത്ത് വസിപ്പാൻ, നിത്യം കണ്ണീരില്ല, ദുഃഖമില്ല, വേദനയില്ലാത്ത ലോകത്ത് കർത്താവിനോടൊത്തായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തനാ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല, അന്ത്യം വരെ നടത്തുവാൻ ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.